Hello guys, welcome back to our channel. This is Dreamy Drift Creations. Wait guys, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ wait guys, my name is Aisha. This channel was Dreamy Drift Creations. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അടിപൊളിയായിട്ട് പെഗ് ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഗൈസ്. ഞാൻ കുറേ കണ്ടിട്ടുണ്ട് പെഗ് ബോർഡ് എന്ന് പറഞ്ഞ സാധനം, പക്ഷേ എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. പക്ഷേ കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് പെഗ് ബോർഡ് അടിപൊളിയാണ്, ഉണ്ടാക്കി നോക്കി മേടിച്ച് നോക്കടി നിൽക്കാം. ഞാൻ എന്നാലും മേടിക്കുന്നു പണ്ട് എങ്ങനെ പറഞ്ഞതൊക്കെ നിന്നിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഞാൻ പിൻട്രസ്റ്റ് അതുപോലെ തന്നെ മീഷോ ആമസോണിലൊക്കെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ആളായിരുന്നു. ഇപ്പം ഞാനൊക്കെ അങ്ങനെ ഉണ്ടോ, അങ്ങനെ നടന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് പെഗ് ബോർഡിന് നല്ല പൈസ ഉണ്ടാ. ഞാൻ വിചാരിച്ച് വേറൊരു 600 അല്ലെങ്കിൽ ഒരു 100-200 സംതിങ് ഒക്കെ വരുള്ളൂ. പക്ഷേ അവിടെ കണ്ടപ്പോൾ 200 രൂപയിൽ ഒരു പൂജ്യം കൂടി ഇട്ട് എത്ര ആവും അത്രയായിരുന്നു. അതന്നെ ഒരു 2000, 3000, 4000 റേഞ്ചിലൊക്കെ വരും. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. പക്ഷെ എനിക്കിത് ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എസ്തെറ്റിക് റൂമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ എന്തായാലും പിൻട്രസ്റ്റിൽ അലഞ്ഞ് തിരിഞ്ഞ കിടക്കുന്ന ആൾക്കാരാണ്, എന്തായാലും ഉറപ്പാണ്. അവർക്കൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പെഗ് ബോർഡ്, വൈറ്റ് ടേബിള്, അതുപോലെ തന്നെ അമീബ ഷേപ്പിലെ മിറർ, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫോം ബോർഡ് എത്ര സൈസിന് വേണമെന്നുള്ളത് കട്ട് ചെയ്തെടുക്കുക. ആൻഡ് അതിൽ നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ വരയിട്ട് പോവാം. ഞാനിപ്പോൾ ഒരു സ്കെയിലിൻ്റെ ഇങ്ങനെ അളവെടുത്തിട്ടാണ് വരയിടുന്നത്. നല്ല കട്ടി കുറച്ചിട്ട് വേണം കേട്ടോ, കട്ടി കുറച്ച് പിന്നെ ജസ്റ്റ് ഒന്ന് വരയിട്ടെടുത്താൽ മതി കേട്ടോ. പിന്നെ മൊത്തത്തിൽ നമുക്ക് തിരിച്ചും ഇട്ട് കൊടുക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ പോരാളി കുറച്ച് വൈബായതുകൊണ്ട് തന്നെ എനിക്ക് മൊത്തത്തിലൊന്ന് ഹോളിട്ടു. ഇത് മെനക്കെട്ട പരിപാടിയാണ്, സത്യം പറയാലോ നല്ല മെനക്കെട്ട പരിപാടിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് മടുത്തിട്ടുണ്ടായി ചെയ്തത്. പക്ഷേ എൻ്റെ പോരാളി വൈബായതുകൊണ്ട് മേടിച്ച് അന്നത്തെ ദിവസം തന്നെ ഞങ്ങളിത് ചെയ്തെടുത്തെന്ന് വെച്ചാൽ ഇതേ പരിപാടിയൊക്കെ ചെയ്തു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ബാക്കി പരിപാടിയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ നമുക്കൊന്ന് ഹോളിട്ടെടുക്കാം. നമ്മൾ മൊത്തത്തിലൊരു 306 ഹോൾസാണ് ഞാൻ ടോട്ടൽ ഇട്ടത് കേട്ടോ. അപ്പോൾ ഇത്രയും ബോക്സസ് നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു ബുക്കിൽ ഞാൻ എഴുതിയിട്ടുണ്ട് എങ്ങനെ വെക്കണമെന്നുള്ള. ഇതിൽ 2-3 അധികം എനിക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായി. പക്ഷേ എനിക്ക് പെൻ ഹോൾഡറും അതൊക്കെ, പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാൻ വെച്ചാൽ മാറിപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെ ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ വഴിയായിട്ട് പറയാം. അങ്ങനെ ഇതുമാതിരി ഇതിൽ എന്തോ സാധനം കുലുങ്ങുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ പഠിച്ചോന്നല്ല ഇത് എന്തൊക്കെയായിരുന്നു സ്റ്റഫുള്ള കാക്കടേന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മൊത്തം എടുത്ത് നോക്കിയത്. ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്കിത് മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായി. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഫോം ബോർഡ് വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ടായി. പിന്നെ ആ ഒരു കാല് വെച്ചൊരു സാധനമില്ലേ, അതിൻ്റെ സാധനം ഉണ്ടായിട്ട് ഞാൻ ഉമ്മയുടെ കാല് പിടിച്ച് കറിൻ്റെ നൂല് കുളിച്ചിട്ടുണ്ടോ എടുത്ത്. പിന്നെ എനിക്കൊരു ടാബ് പോലത്തെ സാധനം തന്നിട്ടുണ്ടായി, വാപ്പിച്ച് കൊണ്ടിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു പെട്ടിയായിരുന്നത്. അത് കൊടുത്തിട്ട് ഞാൻ അതിനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായി. കുറച്ച് ഭയങ്കര പാടുണ്ട്, ഭയങ്കര കട്ടിയുള്ളൊരു സാധനമായിരുന്നു. അപ്പോൾ ഒന്നും പറയാനുണ്ടായില്ല. അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഒരു ചെറിയൊരു പീസ് ഓഫ് ഫോം ബോർഡ് ഇതിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കാം. കാരണം കട്ടി കുറവാണല്ലോ ഇനിയും. അപ്പോൾ അതിൻ്റെ സൈസ് ചേർത്ത് ചിലതൊക്കെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇതാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പെട്ടി വേണോ എന്നുള്ളത് നിങ്ങളെ കണക്കിനനുസരിച്ച് എടുക്കാം. എനിക്ക് ഇത്രയും പെട്ടിയാണ് കിട്ടിയത്. ഇതിൽ ഒരു ആപ്പിളിൻ്റെ ഒരു ഇതുണ്ടല്ലേ, അത് പണ്ടത്തേണ്. പിന്നെ ഈ അയ്യൻ മരുന്നിൻ്റെ ഒക്കെ ഒരു പെട്ടിയൊക്കെ അതൊക്കെ പണ്ടത്തേണ്. പിന്നെ ഞാൻ ഇത് ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കണം. പക്ഷേ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 743 എന്ന് പറഞ്ഞൊരു പശയുണ്ട്, അതും മേടിച്ചിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം രാവിലെയാണ് ബാക്കി പരിപാടികൾ ചെയ്യുന്നത്. കാരണം മടുത്ത് ഗൈസ്. രാവിലെ തന്നെ ഞാൻ ഡോറൊക്കെ തുറന്നിട്ട് ഉമ്മ അപ്പുറത്തിരുന്നിട്ട് നമ്മളെന്താ പറയുക മറ്റേ ഹാൻഡ് വാഷും അതുപോലെ തന്നെ ഡിഷ് വാഷൊക്കെ ഇല്ലേ, ഇതൊക്കെ ഉണ്ടാക്കണം ഗൈസ്. ഞാനത് നോക്കാൻ നിന്നില്ല. എനിക്ക് ചെറിയൊരു പണി ഇട്ടിട്ടുണ്ടായി, ഇളക്കി മറിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ടൊരു പണി തന്നിട്ടുണ്ടായി ഗൈസ്. അങ്ങനെ പക്ഷെ ഞാനതിനും പോകാൻ നിന്നില്ല. കണ്ടു ഗൈസ്, എനിക്ക് ഇളക്കി മറിക്കാനൊക്കെ ആയിട്ട് കുറേ പണിയൊക്കെ തന്നിട്ടുണ്ടായി. അപ്പോൾ ഇതൊക്കെ ഒരു ചെറിയ പ്രോസസ്സാണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്കൊന്ന് പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്തെടുക്കുക. വെള്ള പേപ്പർ വെച്ച് നമുക്ക് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതും ഒരു ചെറിയൊരു പണിയാണ് ഗൈസ്, നല്ല അത്യാവശ്യമുള്ള വലിയൊരു പണിയാണ്. ഇത് കുറച്ച് നേരം നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ചെറിയൊരു മടുപ്പ് നമുക്ക് തോന്നിയെങ്കിൽ നമ്മൾ തളരരുത് രാമൻകുട്ടി എന്ന് പറയുന്ന മാതിരി ചെയ്യാം. നമ്മൾ
നമ്മൾ കാവടി തുള്ളി പോയിട്ട് ട്രാജഡി ആയിട്ട് വരുന്നൊരു ഇതുണ്ടല്ലോ, അതാണ് റൺവേ സിനിമയിൽ. അതുമാതിരിയായിരുന്നു ഈ ഒരു ബോക്സ്. കാരണം അത്രയും ഭയങ്കര പണിയായിരുന്നു. A4 ഷീറ്റ് ഉണ്ടായില്ല മൊത്തത്തിൽ. അതുകൊണ്ട് ബുക്കിൻ്റെ വെയിറ്റ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഗായ്സ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത് തന്നെ. സത്യം പറയലോ മടുത്തു ഗായ്സ്. അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് ആദ്യം ഒന്ന് കവർ ചെയ്തെടുക്കാം. ഗായ്സ് നമ്മൾ ഇത്രയും നമ്മൾ ഇതാക്കിയെടുത്തു. ഇനി നമ്മുടെ കമ്പിയുടെ ഊഴമാണ് ഗായ്സ്. ഞാനിനി എന്താ നമ്മളാരും ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായില്ല, എന്താണ് മറ്റേ ആ ഒരു പ്രോസസ്സ് വെച്ചാൽ നമ്മൾ ആ ഡയറിയിൽ അത് കണ്ടുപിടിക്കാൻ കുറേ കഷ്ടപ്പെട്ട് ഗായ്സ്. ഇത് താത്താരുടെ ഡയറിയാണ്, പാട്ടിൻ്റെ ഒരു ഡയറി മാതിരി കുറേ പാട്ടുണ്ട്. ഇത് മാത്രമൊക്കെയാണ് ഇനി നമുക്ക് ഈ ഒരു കമ്പിയുടെ പരിപാടിയാണ്. ഇത് സത്യം പറഞ്ഞോട് ചോദിക്കരുത്, എനിക്ക് ഒരു കീലി പോയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞ് ചെയ്തത്. അതെന്താണ് ഞാൻ ആ കമ്പി എടുത്ത് കുത്തി, പക്ഷേ കയറുണ്ടായിരുന്നു മുട്ടുസൂചി എത്തിലാണ്ട് കുത്തിയിട്ട് കമ്പി അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി. അങ്ങനെ കയറ്റിയിട്ട് നമ്മൾ ആ ഒരു ഹോളിൻ്റെ ഉള്ളിലേക്ക് ചെയ്തിട്ട് പുറത്ത് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെച്ചത്. ഞാൻ പറഞ്ഞില്ലേ ഈ ഗ്ലൂ അടിപൊളിയാണ് കേട്ടോ, സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി ഗ്ലൂ ആണ്. അതിന് ടാപ്പില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ ഒരു പശ ചുട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ജസ്റ്റ് ഒരു പേപ്പർ വെച്ചിട്ടൊന്ന് അമ്മയ്ക്ക് കൊടുത്തു. അത് സെറ്റായിട്ട് അങ്ങനെ തന്നെ നമുക്ക് മൊത്തത്തിൽ ചെയ്തെടുക്കാം. കുറേ കഷ്ടപ്പെടാണ് ഉണ്ടായി. കാരണം വേറെ കാര്യം പറയുകയെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും ഈ ഒരു പശ മേടിക്കുക, ഈ 743 എന്നുള്ളത് ഫ്ലെക്സ് ക്യൂക്കിന് അതുമാതിരി ആ ഒരു സെയിം പിച്ച് തന്നെയാണ്. പക്ഷേ കയ്യുമ്പോൾ അധികം എൻ്റെ ഒട്ടിയിട്ടില്ല. ഒട്ടുമ്പോൾ നല്ല രീതിയിൽ ഒട്ടുമെങ്കിലും അധികം എൻ്റെ ഒട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നല്ലൊരു പശയാണ്, എന്തായാലും നിങ്ങൾ മേടിച്ച് നോക്കണം കേട്ടോ. ജസ്റ്റ് നമ്മളെന്താ എടുക്കുമ്പോൾ തന്നെ ഒന്ന് മൂടിയൊക്കെ വെക്കണം, അത്രേ ഉള്ളൂ പ്രശ്നം. അല്ലാണ്ട് ബാക്കി അടിപൊളിയാണ്, സാധനം അടിപൊളിയായിട്ടുള്ള സാധനം തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ കമ്പി എന്തായാലും നിങ്ങൾ മറക്കരുത്. എനിക്ക് കുറച്ച് കട്ടി കുറഞ്ഞ കമ്പിയൊക്കെ കിട്ടിയ അങ്ങനെ അതിനെ കണ്ടു നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ വരുന്നത് നമ്മളിങ്ങനെ പശ വെച്ചിട്ട് ഇതാക്കി കൊടുക്കുക. കുറച്ചും കൂടി സെക്യൂർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാക്കിയിട്ടുണ്ടാവും. ഇതുപോലെ മൂടി വയ്ക്കാം. പിന്നെ എന്താ കുറച്ച് തിരിഞ്ഞിരിക്കണം, വേറെ ഒന്നുമല്ല, കുറച്ച് ക്യാമറ ഒക്കെ വെച്ചിട്ട് മാറിപ്പോയി. പിന്നെ ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടിങ്ങനത്തെ വുഡിൻ്റെ സ്റ്റിക്കില്ലേ, മറ്റേ നമ്മൾ സ്പ്രിങ് പൊട്ടാറ്റോ ഒക്കെ കഴിക്കുമ്പോൾ കിട്ടൂലേ, അത് കേട്ടോ. പക്ഷേ എൻ്റെ മണ്ടത്തരം ഞാനിത് മുനച്ചു കൊടുത്തു, മുനയ്ക്കേണ്ടായിരുന്നു. അങ്ങനെ മുനച്ച ഭാഗം ഞാൻ പിന്നെ കട്ട് ചെയ്തിട്ടുണ്ടായി. അതിന് തന്നെ ആ കോല് നമ്മൾ ആ ഒരു ഊട്ടിയെ കൂടി സെറ്റാക്കി കയറ്റി വെച്ചു. പിന്നെ അതിന് പശ തേച്ച് കൊടുത്തിട്ടുണ്ടായി. വേറൊന്നും നല്ലത് നിൽക്കുള്ളൂ. പശയും തേച്ച് പിന്നെ ആ സാധനം ഒട്ടിച്ചിട്ട് ഈ ഒരു പശ വെച്ചിട്ട് നല്ല രീതിയിൽ ഒട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് നല്ല രീതിയിൽ അത് മേടിക്കുക, അടിപൊളിയാണ്. മൊത്തത്തിൽ ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇത്രയാണ് നമ്മളിപ്പോൾ ചെയ്തെടുത്തത്. മൊത്തത്തിൽ ഇത്രയും കറക്റ്റായിട്ടുണ്ടായി. പിന്നെ ഞാൻ ആ ഒരു ഗ്ലാസ് മാതിരി ചെയ്തേക്കണില്ലേ, അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഞാൻ അവിടെ ഒന്ന് കട്ടൊക്കെ ചെയ്തെടുത്താണ്. ഇനി നമുക്ക് വേറൊരു ക്ലിപ്പ് അതൊരു സാധനം ഉണ്ടാക്കണം കേട്ടോ. അതിന് വേണ്ടി ഞാനത് ഈ ഒരു സാധനം എടുത്തെങ്കിലും എനിക്കത് വേണ്ടാന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഫോം ബോർഡിൽ തന്നെ കട്ട് ചെയ്തെടുത്തു. ഈ ക്ലിപ്പ് ഞാൻ പിന്നെ എടുത്തായിരുന്നു, പക്ഷേ ഈ ക്ലിപ്പ് ഭയങ്കര മന്ദക്കനായി പോയതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഒരു ഫോം ബോർഡിൽ ജസ്റ്റ് വരച്ചെടുക്കല്ലേ കേട്ടോ ചെയ്താൽ. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്ലാസിൻ്റെ ഇത് പറഞ്ഞില്ലേ, അതിന് ഞാൻ ജസ്റ്റ് ഉള്ളിലൊരു എന്താ പറയുക, ഒരു ചെറിയൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് മാതിരി ഷീറ്റ് ഒട്ടിച്ചെന്നുള്ളൂ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ മാത്രം ചെയ്തോളൂ. ആ ക്ലിപ്പ് അതാണ് ഞാൻ മാറ്റി കളഞ്ഞത്. ഇതുപോലെ 4 എണ്ണം നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. കാരണം വേറൊന്നുമല്ല, നമുക്കിങ്ങനത്തെ ഒരു ക്ലിപ്പൊക്കെ കാണുമല്ലേ, ആ ക്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 എണ്ണം നമുക്കങ്ങനെ എടുക്കാം. അപ്പോൾ മൊത്തത്തിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് വേഗം എടുക്കാം കേട്ടോ. അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കി രണ്ടാമത്തത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് ഈ 2 അറ്റം ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മറ്റേ ക്ലിപ്പ് മാതിരി തന്നെ കേട്ടോ. അപ്പോൾ എന്താണ് പേപ്പർ ഇങ്ങനെ ചുറ്റിയിട്ട് നമ്മൾ എന്താണ് ഇടയിൽ വെക്കുക. ഇടയിൽ വെച്ചിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഫോം ബോർഡ് രണ്ടും അറ്റത്തായിട്ട് ഒട്ടിച്ചും കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതി. നല്ല സെറ്റപ്പായിട്ടുള്ള സാധനം കിട്ടി. ആ പശ വെച്ച് ഒട്ടിച്ചുകൊണ്ടെന്ന് പറയും ഒന്നും ആയിട്ടില്ല. എൻ്റെ ടാബ്ലറ്റ് കുറച്ച് പശ വീണിട്ടുള്ളതെന്നുള്ളൂ. ബാക്കിയൊക്കെ ഭയങ്കര സെറ്റപ്പായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. സോ ഞാൻ വിചാരിച്ചത് ഈ പിക് ബോർഡ് ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് പെർഫെക്ഷൻ കുറവുണ്ടാകുന്നതാണ്. ബട്ട് ഗായ്സ്, നിങ്ങൾ എന്തായാലും വിശ്വസിച്ചേ പറ്റൂ. കാരണം നല്ല അടിപൊളിയായിട്ട് എനിക്ക് കിട്ടി. അപ്പം നമ്മൾ ടൈനി ടച്ച് ക്രിയേഷനിലായിരുന്നു നമ്മൾ മിസ്സിറ്റി ഇതുപോലത്തെ ഒരു ഫോം ബോർഡ് ചെയ്തിട്ടുണ്ടായി. അവൾ വീഡിയോസ് ഇട്ടില്ല, എന്നോട് പറഞ്ഞിട്ടുണ്ടായി. കുറേ ദിവസം അവൾ വീഡിയോസ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ അതൊക്കെ ചെയ്ത് നമ്മളെന്താ ടേബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക കേട്ടോ. മറ്റേ ബാക്കി പരിപാടിയൊക്കെ നടക്കുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ആ ടേബിൾ വൃത്തിയാക്കുന്ന സമയത്ത് ഞാൻ ഈ ഫോം ബോർഡ് പെഗ് ബോർഡ് എടുത്തിട്ട് അപ്പുറത്ത് വെച്ചിരുന്നു. പിന്നെ ഞാനിങ്ങനെ
ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ചൊക്കെ നോക്കുകയാണ്. ബട്ട് അടിപൊളി ഒരു ബോം കൂടി വെച്ചപ്പോൾ സെറ്റായി. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത്രേ ഉള്ളൂ.